ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ ഹോം ഐഡിയാസിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു എണ്ണയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മുടെ ഫേസിലൊക്കെ തേക്കാൻ പറ്റിയ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലൊക്കെ തേക്കാൻ പറ്റിയ, കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തേക്കാൻ പറ്റിയ നല്ലൊരു എണ്ണയുടെ റെസിപ്പിയും ആ എണ്ണ കൊണ്ട് തന്നെ നല്ലൊരു സോപ്പും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിൻ്റെ റെസിപ്പിയും കൂടെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമുള്ളത് ഒന്ന് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴ നേരത്തെ തന്നെ അതൊന്ന് പറിച്ച് അതിൻ്റെ കറ പൂർണ്ണമായിട്ട് മാറിയ ശേഷം മാത്രം ഉപയോഗിക്കാൻ എടുക്കുക. കറ ഉണ്ടെങ്കിൽ നമ്മുടെ ദേഹം ചൊറിയും. അത് കറ പൂർണ്ണമായിട്ട് മാറിയ ശേഷം മാത്രമേ കറ്റാർ വാഴ എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഒരു ക്യാരറ്റും പിന്നെ ബീട്രൂട്ടുമാണ്. ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മൾ ജ്യൂസ് എടുത്തതിന് ശേഷമാണ് അതിൻ്റെ അളവ് നോക്കി വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം. കറ്റാർ വാഴ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റും അതേപോലെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. വെള്ളം ചേർക്കാതെ തന്നെ കറ്റാർ വാഴ കൂട്ടി ക്യാരറ്റും ബീട്രൂട്ടും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് അരിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കണം. ഈ ജ്യൂസിൻ്റെ അളവ് നോക്കിയാണ് നമ്മൾ എണ്ണ കാച്ചുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്ത് വെള്ളം ചേർക്കാതെ അരിച്ചെടുത്ത ജ്യൂസ് എന്ന് പറയുന്നത് 1.5 കപ്പോളം ഉണ്ടായിരുന്നു. ഈ 1.5 കപ്പ് ജ്യൂസിന് 1.5 കപ്പ് എണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എണ്ണയ്ക്ക് ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങളുടെ ബോഡിക്ക് സ്യൂട്ടായിട്ടുള്ള എണ്ണ ഉപയോഗിക്കാം. ഞാൻ 1 കപ്പ് വെളിച്ചെണ്ണയും 1/2 കപ്പ് നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല സ്വീറ്റ് ആൽമണ്ട് ഓയിലോ ഇല്ലെങ്കിൽ ഒലിവ് ഓയിലോ നിങ്ങളുടെ ബോഡിക്ക് ഏതാണോ സ്യൂട്ടായിട്ടുള്ളത് അത് എടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നല്ല വെള്ളം ചേർക്കാത്ത തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ജ്യൂസിൻ്റെ അളവും എണ്ണയുടെ അളവും ഒരുപോലെ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ 1.5 കപ്പ് ജ്യൂസിന് 1.5 കപ്പ് എണ്ണയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇത് തിളപ്പിക്കുക. തിളച്ച് തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ആ എണ്ണ മൂത്ത് വരുമ്പോൾ പരുവം നിങ്ങൾക്കറിയാലോ. അപ്പോഴേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം അരിച്ചെടുക്കുക. എണ്ണ നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം കുപ്പിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു മരുന്നിൻ്റെ കുപ്പിയായിരുന്നു. അത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് എണ്ണ ഒഴിച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും കുപ്പികളിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഇതേപോലത്തെ കുപ്പികളാണെങ്കിൽ മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് വെച്ചാൽ മതി. കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ബോഡിയിൽ ഫുള്ളായിട്ട് മക്കൾക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ വലിയവരാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഫേസിലാണ്. ഫേസിൽ നന്നായിട്ട് രാത്രി ഒരു 5 തുള്ളിയോളം എണ്ണ എടുത്ത് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഫേസ് വാഷ് ചെയ്ത് കളയുന്നത്. അപ്പോൾ സിറോക്ക് ഉപയോഗിക്കണവരാണെങ്കിൽ നിങ്ങൾ ഈ എണ്ണ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് റിസൾട്ട് ഉറപ്പായിട്ട് പറയണം. ഇനി അടുത്ത ആ എണ്ണ വെച്ച് തന്നെയാണ് സോപ്പ് ഉണ്ടാക്കുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ 1/2 കിലോ സോപ്പ് ബേസാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിന് മുന്നേയും 2 സോപ്പ് കാണിക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഹെർബൽ സോപ്പും മറ്റത് അശോക തെറ്റിപ്പൂ കൊണ്ടുള്ള സോപ്പും. ആ സോപ്പിൻ്റെ വീഡിയോയിൽ ഒരുപാട് കമൻറ്റ് വന്നാണ് ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് മേടിക്കുന്നത്. ഇത് കെമിക്കൽ ഷോപ്സ് എന്ന് പറഞ്ഞ കടകളുണ്ട്. അവിടെ നമുക്ക് ഇതിൻ്റെയൊക്കെ കിറ്റുകൾ മേടിക്കാൻ കിട്ടും. നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി സോപ്പ് ബേസും പിന്നെ മണത്തിനുള്ള സെൻറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. സെൻറ്റ് 10 ml സെൻറ്റ് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. നിങ്ങൾ ഇഷ്ടമുള്ള ബ്രാൻഡഡ് കമ്പനിയുടെ മണമുള്ള സെൻറ്റുകൾ മേടിക്കാൻ കിട്ടും. ഒരു 10 ml ഏകദേശം 20 മുതൽ 40 രൂപ. ഓരോ ബ്രാൻഡഡ് ആ മണത്തിനുള്ള സെൻറ്റൊക്കെ പല റേറ്റ് ആയിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഇനി സോപ്പ് ഉണ്ടാക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ്. അതായത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വയ്ക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്ത് വെക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് സോപ്പ് ബേസ് 1/2 കിലോ സോപ്പ് ബേസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാ പ്രാവശ്യവും ഈ 1/2 കിലോ സോപ്പ് ബേസിലാണ് ഞാൻ സോപ്പ് തയ്യാറാക്കുന്നത്. അപ്പോൾ സോപ്പ് ബേസ് അതൊന്ന് ക്യൂബായിട്ട് ചെറിയ സൈസുകളായിട്ട് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മുറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക. പെട്ടെന്നൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടി. അതിനുശേഷം നമുക്ക് ഒരു തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ താഴെയുള്ള പാത്രത്തിലെ വെള്ളത്തിൻ്റെ ചൂട് കാരണം ഈ സോപ്പ് ബേസ് നന്നായിട്ട് മെൽറ്റായി കിട്ടിക്കോളും. പിന്നെ നമ്മൾ സോപ്പ് ബേസ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കയ്യെത്തും ദൂരത്ത് തന്നെ ഇതിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ മോൾഡ് എടുത്ത് വയ്ക്കുക. ഞാൻ മോൾഡ് മേടിച്ചിട്ടില്ല. ഞാൻ പേപ്പർ കപ്പിലാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പോൾ പേപ്പർ കപ്പ് ഞാൻ അതിന് മുന്നേ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കും. പിന്നെ ഇതിലേക്ക് ഒഴിക്കാനുള്ള എന്തൊക്കെ ഐറ്റംസ് വേണോ അതെല്ലാം നമ്മൾ കയ്യെത്തും ദൂരത്ത് തന്നെ എടുത്ത് വച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്ത് തുടങ്ങാവൂ. പിന്നെ എപ്പോഴും ചെയ്യുമ്പോൾ നല്ല വൃത്തിയോടെ ചെയ്യുക. വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഉണങ്ങിയ പാത്രത്തിലൊക്കെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ ഇത് കുറേ കാലം ഇരിക്കത്തുള്ളൂ. സോപ്പ് എത്ര കാലം ഇരിക്കുമെന്ന് വെച്ചാൽ
നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സോപ്പൊക്കെ ഒരു വർഷമൊക്കെ ഇരിക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് ഇതും ഇരുന്നോളും. ഇനി നന്നായിട്ട് നമ്മളെ സോപ്പ് ബേസ് മെൽറ്റായതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എണ്ണ, അതൊരു ഇപ്പോൾ 1/2 കിലോ സോപ്പ് ബേസിന് ഒരു 80 ml ഒക്കെ എണ്ണ മതിയാവും. അതായത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എണ്ണ. അതിൽ കൂടുതൽ നിങ്ങൾ ഒഴിക്കരുത്, അതിൽ കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടുതൽ ഒഴിക്കരുത്. കൂടുതൽ ഒഴിച്ചു പോയാൽ സോപ്പിൻ്റെ പത കുറഞ്ഞു, അതുപോലെ ഒരു എണ്ണ വിഴുപ്പ് വരും. അതുകൊണ്ട് 80 ml താഴെ, അത് എപ്പോഴും ഈ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അളന്ന് തന്നെ ഒഴിക്കണം. പിന്നെ ഞാൻ 1 സ്പൂണ് ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ സോപ്പ് ബേസ് ഒരുപാട് മാർക്കറ്റിൽ കിട്ടാറുണ്ട്, വിത്ത് ഗ്ലിസറിങ്, വിത്ത് ആട്ടും പാലിൻ്റെത് അല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഗ്ലിസറിങ്ങൊക്കെ ഉള്ള സോപ്പാണ് നിങ്ങൾ സോപ്പ് ബേസാണ് മേടിക്കണമെങ്കിൽ അഡീഷണലായിട്ട് വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ സെൻറ്റ്, ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം സെൻറ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ചൂടോട് തന്നെ നിങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള മോൾഡോ അല്ലെങ്കിൽ പേപ്പർ കപ്പോ ഏതാണോ ഉള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ എനിക്ക് ഏകദേശം 8 സോപ്പാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ചിലർ ചോദിക്കും, ചേച്ചി ഈ സോപ്പിന് മേലെ പതയുണ്ട്, അതെന്ത് ചെയ്യുമെന്ന്. അത് ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ അല്ലെങ്കിൽ കൊണ്ട് ആ പതയൊന്ന് എടുത്ത് അങ്ങ് കളഞ്ഞാൽ മതി. അപ്പം ഇത് നല്ല കട്ടിയാകുമ്പോൾ ആ പതയൊന്നും കാണത്തില്ല. പിന്നെ ഇത് അടിപൊളി നല്ലൊരു സോപ്പാണ്, നിങ്ങളെല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്നതാണ്. പിന്നെ ആദ്യം ചെയ്യുമ്പോൾ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങളത് പഠിക്കുമല്ലോ. അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിക്കോളും. ഇതിപ്പോൾ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് സോപ്പ് വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ്. ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ 1.5 വയസ്സുള്ള മോന് തൊട്ട് 86 വയസ്സുള്ള എൻ്റെ അമ്മൂമ്മ വരെ ഈ സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. സ്കിന്നിന് ഏതൊരു പ്രശ്നവുമില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നമ്മളെ വീട്ടിലുള്ള അലോവേരയും ബീറ്റ്റൂട്ടും ക്യാരറ്റൊക്കെ കൊണ്ടുണ്ടാക്കുന്നതാണ്. അടിപൊളിയാണ്, നല്ലൊരു മണവുമാണ്. ഇത് പിയേഴ്സിൻ്റെ മണമാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്, അതുകൊണ്ട് പിയേഴ്സിൻ്റെ മണമുള്ള ഒരു സോപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടം, ഞാൻ അടുത്ത പ്രാവശ്യം വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ചന്ദ്രിക വാങ്ങിക്കും, ഇല്ലെങ്കിൽ മെഡിമിക്സ്, അങ്ങനെ ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ മണങ്ങൾ മാറ്റി മേടിക്കും. അപ്പോൾ നമുക്ക് ബോറടിക്കത്തില്ലല്ലോ. പക്ഷേ ഉപയോഗിക്കുന്നതെല്ലാം ആലോവേര, പിന്നെ ഹെർബൽ സോപ്പിൻ്റെ നിങ്ങൾ വീഡിയോ കണ്ടു കാണും. അതിൽ വേറെ കുറേ ഐറ്റംസാണ് ചേർത്തത്. അശോക തെറ്റിപ്പൂ കിട്ടുന്ന സമയത്തെല്ലാം അതിൻ്റെ ബേസ് വെച്ച്, അതിൻ്റെ ജ്യൂസ് വെച്ച് ചെയ്യും. അപ്പോൾ ഇന്ന് ഉപയോഗിച്ചിട്ടുള്ളത് എണ്ണയും ക്യാരറ്റ്, ആലോവേര, പിന്നെ ബീറ്റ്റൂട്ടും ക്യാരറ്റൊക്കെയാണ്. അപ്പം നല്ല സോപ്പാണ് കണ്ടോ, നന്നായിട്ട് പതയുന്നത് കണ്ടോ. നിങ്ങൾ എണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ കൂടി പോകുന്നെങ്കിലാണ് പത കുറഞ്ഞോടാം. മുന്നേ കമൻസിൽ കുറേ പേര് ചോദിച്ചു പത കുറവാണെന്ന്. അതിന് കാരണമെന്ന് പറയുന്നത് എണ്ണ കൂടിപ്പോയോണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെൻ്റെ മോള് ഒന്ന് കൈ കഴുകി നോക്കുന്നതാണ്. മക്കളെ സോപ്പ് എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ, നല്ല അടിപൊളി, എനിക്ക് നല്ല ഓർഡർ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും എണ്ണയും സോപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി.